ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ മേക്ക് ഓവർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കിച്ചണൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് ഓർത്ത് ആദ്യത്തെ കോലം ഇതാണ് കേട്ടോ. കുറേ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഷെൽഫ് പെയിൻ്റ് അടിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സായിട്ട്, അതൊക്കെ ഞാൻ മിസ്സായിപ്പോയി ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ കുഴപ്പം കൊണ്ടിട്ട്. ആദ്യം ഇതായിരുന്നു ഒരു വ്യൂ, ഒരു ലൈറ്റ് മഞ്ഞ കളറായിരുന്നു കേട്ടോ അടുക്കള. ഷെൽഫൊക്കെ ബ്രൗൺ കളറായിരുന്നു, ഞാൻ പെയിൻ്റ് അടിച്ച് ഇങ്ങനത്തെ കളറാക്കി വെച്ചു. പിന്നെ ജനലിൻ്റെ കോലം ഇതായിരുന്നു, അതിൻ്റെ ഉള്ളിൽ റവ പോലത്തെ മറ്റേ ഉച്ചില്ലേ, അതൊക്കെ ഫുഡിലോട്ടൊക്കെ വീണിട്ട് ആകെ സീനാണ്. പിന്നെ പുള്ളേനോട് ഓണറിനോട് പറഞ്ഞ് ചെയ്തല്ലോ, റെൻ്റ് കിച്ചണാണേ. പിന്നെ ഞാൻ ഒരു കോട്ടടിച്ച് അങ്ങനെ ആക്കി. അത് കഴിഞ്ഞ് പിന്നീടുള്ള ഇപ്പോഴത്തെ 3 ജനൽ, മൊത്തം 2 ജനലുണ്ട് കേട്ടോ അടുക്കളയിൽ, അതിൻ്റെ വ്യൂ ആണ്. പിന്നെ ചെറിയ സ്റ്റീലിൻ്റെ 2 ടയർ റാക്ക് ഞാൻ വൈറ്റ് ആക്കിയിട്ടാണ്. ആദ്യത്തെ വ്യൂ ആണ്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും കുത്തപ്പിന്നാറ് പണിയണമെന്നൊക്കെ ഓർത്ത് ഇരിപ്പുണ്ട്. നടക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ മോനെയും കൂടി കയറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, കമൻറ്റ് സെക്ഷൻ ചിലപ്പോൾ ഓഫായിരിക്കും. മോൻ എനിക്ക് തന്നെ അടിക്കണം എന്നും പറഞ്ഞ് വന്നതാണ്. ഞാനും ഓർത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എപ്പോഴും കളിച്ച് നടന്നാൽ മതിയാ. അപ്പോൾ ബെർത്തിൻ്റെ ഒക്കത്ത് നമുക്ക് ബോഡി വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് അവനത്തിനെങ്കിലും കയറ്റി, ബാക്കിയൊക്കെ ഞാൻ ചെയ്യണത്. ഭയങ്കര കറയും ഭയങ്കര ഇതായിട്ട് എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ ബുദ്ധിമുട്ട്. അപ്പോൾ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളിക്ക് കാശ് ചിലവാണല്ലോ, നമുക്ക് മെയിൻ്റെനൻസ് ഒന്നും പുള്ളി ചെയ്ത് തരാറില്ല, എന്തിന് വെറുതെ പുള്ളീനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്കൊരു മണ്ടത്തരം പറ്റിയെന്താണെന്ന് വെച്ചാൽ, ഇത് പ്രൈമറിൽ, അതായത് എമൽഷൻ അല്ല, പ്രൈമറിൽ യെല്ലോ കളർ ഇട്ടിട്ടാണ് ഇവർ ഓണർ ചെയ്യിപ്പിച്ചേക്കണം, അടിച്ച് വെച്ചേക്കണം. ജസ്റ്റ് ഒരു കോട്ട് അടിച്ച് ഇട്ടേക്കണത് അങ്ങനെയാണ്. അതിന് മുമ്പ് ഒരു പച്ച കളറാണ്, അതിന് മുമ്പ് ഒരു വെള്ള കളറാണ് എനിക്ക് ചിരണ്ടിയപ്പോൾ കിട്ടിയത്. അപ്പോൾ എനിക്കൊരു മണ്ടത്തരം പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പേപ്പർ ഇട്ടില്ല, പേപ്പർ പിടിക്കണമായിരുന്നു. അപ്പോൾ ആങ്ങളെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കൊക്കെ പോകും, അവനോട് ചോദിച്ചപ്പോൾ നീ മണ്ടിയായി പോയാ പേപ്പർ ഇടണ്ടേ എന്ന് പറഞ്ഞു. പേപ്പർ ഇടാത്തത് കൊണ്ടും ഞാൻ 2 ബോട്ടിൽ പ്രൈമർ മേടിച്ചത് കൊണ്ടും ചില സ്ഥലത്ത് പിടിക്കും, ചില സ്ഥലത്ത് പിടിക്കൂല, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ. ഇതേ കണ്ടില്ല, ഇതാണ് അവസ്ഥ. അത് 2 പ്രാവശ്യം അടിച്ചിട്ടും അവിടെ ആ യെല്ലോ തന്നെ നിൽക്കണേ. പിന്നെ ഒരു കണക്കിന് അങ്ങനെ ഇങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്ത് മോൻ കുറച്ചൊക്കെ സഹായിച്ചു തന്നിട്ടാ. പൊക്കത്തുള്ളതൊക്കെ മോൻ ബോഡി വെയിറ്റ് കൊണ്ടിട്ട് എനിക്ക് ബെർത്തിൻ്റെ മേളിലേക്ക് കയറാനുള്ള സാഹസികത ഞാൻ പിറ്റേ ദിവസത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് ഞാൻ നിർത്തലാക്കി വെച്ചു. നമുക്കൊരു സന്തോഷ വാർത്ത എന്തിട്ടാ, നമുക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടി. ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് പോലെ നമ്മുടെ തങ്കക്കുടത്തിന് കിട്ടി. അതല്ലേ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ, സംഭവം കിട്ടി. അപ്പോൾ അത് ഇതുവരെയൊക്കെ ആയിട്ട് പെയിൻ്റ് ഇങ്ങനെ നിന്ന് പെയിൻ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടാ. അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പയറും പരിപ്പൊക്കെ ഇടുന്ന കണ്ടെയ്നർ, എനിക്കൊരു ബ്ലാക്ക് അടപ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 12 എണ്ണം. ഇതിൻ്റെ പ്രൈസ് 480 രൂപ. ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് അത്രയും വന്നേ, 480 രൂപ വന്നു. പിള്ളേരുണ്ട് കേട്ടോ താഴത്ത്. ആ കളറാണ് ഈ കളറാണ്, ഇത് എന്തിനുള്ളതാണെന്നൊക്കെ നോക്കണേ. അതിൽ പയറും പരിപ്പിൻ്റെയൊക്കെ പടം ഉണ്ടല്ലോ, അങ്ങനെ നോക്കണേ കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി അവിടെ വെച്ച്, അത് കഴിഞ്ഞ് ഞാൻ ആ ഷെൽഫ് എടുത്ത്, അത് മിൽമയുടെ ഷെൽഫാണേ, അതെനിക്ക് ഉപകാരം. ഞാൻ ബെർത്തിൻ്റെ മുകളിലാണ് വെച്ചത്, കണ്ടിട്ടുണ്ടാവും. മറ്റേ കുപ്പിയൊക്കെ അവിടെ തൽക്കാലത്തേക്ക് അടുക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ. ഫ്രിഡ്ജ് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ ചട്ടി സാധനങ്ങൾ പൊക്കത്തോട്ട് എപ്പോഴെപ്പോഴും കയറില്ല എന്നുകൊണ്ട് ആ സൈഡിലങ്ങ് വെച്ച്, ഫ്രിഡ്ജ് ഇങ്ങോട്ടായിരുന്നു തിരിഞ്ഞിരുന്നു വെച്ചാൽ അത് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് അവിടെ ഒരു സ്പേസ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത്, ഫ്രിഡ്ജിൻ്റെ ഡോറിനൊരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു തടയാവുമല്ലോ, പെട്ടെന്ന് അങ്ങ് തുറന്നു പോകില്ല, ഇടയ്ക്ക് വിട്ടു പോകും ഫ്രിഡ്ജിൻ്റെ ഡോറ്. പിന്നെ ഞാൻ മേശയിൽ വാൾപേപ്പർ എനിക്ക് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷീറ്റ് വിരിച്ച്, തികയുവാണെങ്കിൽ ഒട്ടിക്കാം, മെയിനായിട്ട് കൗണ്ടർ ടോപ്പിൽ ഒട്ടിക്കാമെന്ന് നോക്കി ആദ്യം തന്നെ ഷീറ്റ് വിരിച്ച്, ബാക്കി ഉള്ള അല്ലറ അരി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്, പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച്. ഇതേ ഹോളിലാണ് നമ്മുടെ താൽക്കാലിക കിച്ചണാണ് ആ കണ്ടത്. 3 ദിവസത്തെ കിച്ചൺ അവിടെയായിരുന്നു. പിന്നെ ഇതേ അരി സാധനങ്ങൾ എല്ലാം ബെർത്തിൻ്റെ മുകളിൽ കയറ്റാനുള്ളത് കയറ്റി, എന്നുവെച്ചാൽ പിന്നെ അതവിടെ വച്ചേക്കണ്ടല്ലോ.
നമുക്ക് ചിലത് കാലിയാണ് കേട്ടോ. ഒത്തിരി സ്റ്റോറേജ് ഉള്ളപ്പോൾ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ വരുമ്പോൾ അങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. അതെ, ഒരു 11:10 തുടങ്ങണതാണ്. വെള്ളം വെള്ളം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കണ്ടിട്ട് ബബിൾസ് വരാൻ പാടില്ല അങ്ങനെയാണ് ഈ പൊട്ടിക്കുന്ന സംഭവം. ഒരു 10-16 പ്രാവശ്യം ഞാൻ നോക്കി. അതിൻ്റെ ഹസ്ബൻഡ് വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് 11 തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ 2 തുടങ്ങിയിട്ട് ബബിൾസിൽ തന്നെ നിൽക്കുന്നത്. ബബിൾസ് ഒരു കണക്കിന് ഈ കൗണ്ടർ ടോപ്പിൽ ഉള്ളത് നല്ല ഫിനിഷായി പൊട്ടിച്ചെന്നാണ് എൻ്റെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിട്ട്. ബാക്കിയെല്ലാം കുളമായിപ്പോയി മക്കളെ. ചീറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ചീറ്റിപ്പോയി. വാളിൽ ഞാൻ ഒട്ടിച്ച് അതാണ് ഈ കണ്ടിരിക്കുന്നത്. അവിടെ ഹുക്ക് കൂടി പോയി ചെന്നിട്ട് മറ്റേ നമ്മുടെ തടത്തുണിയൊക്കെ തൂക്കാൻ. ഞങ്ങൾ എറണാകുളംകാർ തടത്തുണി എന്ന് പറഞ്ഞാൽ കൈക്കുള്ള തുണി എന്നൊക്കെ പറയൂലേ, നമ്മൾ ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ആ സംഭവം തൂക്കാനും എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് തൂക്കാൻ വേണ്ടി 3-4 തവണ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ കാണാം. അപ്പോൾ ഇതും ഭംഗിയൊക്കെ കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റൊക്കെ. ചില ടൈമിൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഫുൾ വൈറ്റ് വെച്ചാൽ ഒരാഗ്രഹം. ഇത് എത്രത്തോളം പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ATM കാർഡ് വെച്ച് വലിച്ചപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ഫിഷ് കയറി വന്നു. എൻ്റെ വലിയുടെയാണോ വാൾപേപ്പറിൻ്റെ ക്വാളിറ്റി കുറവാണോ എന്നൊന്നും അറിയാൻ പാടില്ല. എനിക്ക് 612 രൂപയ്ക്ക് 4 റോളാണ് കേട്ടോ കിട്ടിയത്. അത്യാവശ്യം നല്ല വീതിയുള്ള. ഒരു പ്രാവശ്യം ഞാൻ മേശയിൽ ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചിട്ട് എനിക്ക് ആ റോള് നല്ല ഇതുണ്ടായില്ല, തിക്നെസ്സൊന്നും ഉണ്ടായില്ല. ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ളതായിരുന്നു. അതെനിക്ക് മുഴുവനും കിട്ടിയിട്ടില്ല കേട്ടോ. മുഴുവനെന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിൽ ഞാൻ ഒപ്പിച്ച് അവിടെ കാണൂലല്ലോ ആ ഭാഗം. തുടക്കുമ്പോൾ മാത്രം കഞ്ഞിവെള്ളം നിലയൊക്കെ വീഴുമ്പോഴാണല്ലോ കാണുന്നത്. അവിടെ മാത്രം ഞാൻ താൽക്കാലികമായിട്ട് ചിപ്പറിച്ചൊക്കെ കൊണ്ട് ഒട്ടിച്ചത്. ബാക്കിയൊക്കെ ഒരുവിധം ഒപ്പിച്ച്. പിന്നെ ജനലിൻ്റെ സൈഡിലുള്ളത് ചെടി വെക്കുമ്പോൾ കാണില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ ഷോ പീസായിട്ട് വെക്കുമല്ലോ, അപ്പോൾ കാണില്ല. എന്നിട്ട് അവിടെ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഒരു ഷെൽഫിൻ്റെ സൈഡിലും കിട്ടിയിട്ടില്ല. പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയില്ലേ താഴ്ഭാഗം, അവിടെ ലേശോ കിട്ടിയിട്ടില്ല. 3/4 ഭാഗത്തോളം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഫിനിഷാക്കിയാൽ ഞാൻ മണ്ടത്തരം ചെയ്ത് പൈപ്പിൻ്റെ അടിയിൽ സിമെൻറ്റ് ഇട്ട് വെച്ചേനെ. അവിടെ ഒട്ടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഭംഗിക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാ. അപ്പോൾ ഇവിടം വരെയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ കണ്ട ഈ ഭാഗം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു കൊറിയർ വന്നായിരുന്നു കേട്ടോ, ഷെൽഫ്. ഒരെണ്ണം ഞാൻ പെയിൻ്റ് അടിച്ചില്ലേ വൈറ്റ് ആക്കിയത്, അതിപ്പോൾ ഞാൻ വൈറ്റ് തന്നെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വില മേടിക്കണമെങ്കിൽ ഉപകാരമോ ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആവട്ടെ, 426 രൂപയായിട്ടാണ്. അപ്പോൾ എന്നാണ് ഷെഹബു തന്നെ ഞാൻ റെഡിയാക്കാമെന്നും പറഞ്ഞ് വന്നേക്കണേന്ന് ബാഹുബലി. തന്നെക്കാളും വില ചുമണി ചുമക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഒരു സഹായം ഉണ്ട് കേട്ടോ. പുള്ളി അങ്ങനെ പൊട്ടിച്ച് എനിക്ക് പെട്ടലിക്ക് പണി കിട്ടി നിന്നിട്ട് അതാണ് പെട്ടലി അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരു വിധമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടതേ കണ്ട. ഞാൻ അവിടെ നോക്കണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ കണ്ടതേ കാണാൻ പറ്റില്ലേ, ചെറിയൊരു ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ഗ്രാനൈറ്റാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നപ്പോൾ ആണെങ്കിൽ വാളൂലേ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഞാൻ എന്തവിടെ വെക്കണം എന്നിങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഉപ്പും ഭരണി എടുത്ത് വെച്ച്. അതിൻ്റെ കൂടെ ഒരു ഉപ്പും ഭരണി ഉണ്ടാവും, നിങ്ങൾ വേറെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അടപ്പ് എൻ്റെ മോൻ പടിയാക്കി, അതായത് പൊട്ടിച്ച് കളഞ്ഞു. ഉപ്പും പുളിയും മാങ്ങയും തിന്നിട്ട് പൊട്ടിച്ച് കളഞ്ഞു. മാങ്ങയും മുളകും ഉപ്പും കൂടി ഇട്ട് തിന്നതാണ്. അപ്പോൾ എൻ്റെ അടപ്പ് പൊട്ടി. എനിക്ക് 600 രൂപ, രണ്ടെണ്ണത്തിനും കൂടി 635 രൂപയായിരുന്നു ആ ഭരണിയിട്ട്. ആർക്കെങ്കിലും മേടിക്കട്ടെ എന്ന് പറഞ്ഞ ഉപ്പും ഭരണി, ആ ട്രാൻസ്പെറൻറ്റ് കളർ. അതിൻ്റെ മൂടിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ആ ഭരണിയിൽ തന്നെ ഞാൻ എൻ്റെ ഫ്ലേവർ ഇട്ട് വെച്ചിട്ടില്ല. ആ ഫ്ലേവർ ഇപ്പോൾ ആ ഭരണിയിലാക്കി താൽക്കാലികമായിട്ട് വെച്ചേക്കണതാണ്. ഭരണിക്ക് മൂടി തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. ആ 2 കൊച്ചു ഭരണി ഞാൻ കാഞ്ഞിട്ടും കൊടുകുത്തിന് അവിടെ നിന്ന് മേടിച്ച് ഒരെണ്ണം 150 രൂപ വെച്ച്. മറ്റത് ടീയും ഷുഗറും കൂടി ഉള്ളത് അത് ഞാൻ അവിടെ വെച്ചിട്ടില്ല. ഇപ്പുറത്തെ തട്ടിലൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ, അത് വഴിയേ കാണാം. പിന്നെ ഇതിലെ വെളിച്ചെണ്ണയാണ്. അതിൽ 2 എണ്ണം ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച കുപ്പിയാണ്. അപ്പോൾ ഒരു അടപ്പും കൂടി കിട്ടിയായിരുന്നു, 3 അടപ്പ്. അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയിട്ട് 2ാമത് മേടിച്ചപ്പോൾ 2 എണ്ണം വേറെ കിട്ടിയേ. ഒരെണ്ണം മേടിച്ചപ്പോൾ ഒരെണ്ണം കൂടി കിട്ടി. അപ്പോൾ ഞാൻ ഈ മദ്യമൊക്കെ കഴിക്കുന്ന ആൾക്കാരുടെ കുപ്പി ഉണ്ടല്ലോ, അതാണ് ഒരെണ്ണം. ചിലവർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇട്ടേക്ക് കേട്ടോ.
സോറി, ഇവിടെ വാടക വീട്, അപ്പുറത്തെ വീട്ടിൽ വാടക വീട് ഒഴിവാക്കിയപ്പോൾ കുറേ മദ്യക്കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം ആ ഉണ്ട നീളമുള്ളത് അതാകുമ്പോൾ ഇച്ചിരി അധികം കൊള്ളുമല്ലോ, 1 കിലോത്തോളം കൊള്ളും. അതുകൊണ്ടാണ്. അപ്പോൾ അത് എടുത്ത് കഴുകി തിളച്ച വെള്ളവും സോഡാപ്പൊടിയൊക്കെ ഇട്ട് കുലുക്കി കഴുകി സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഉണക്കി വെയിലത്ത് നല്ല തിളച്ച വെയിലൊക്കെ കൊള്ളിച്ച് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കണം കേട്ടോ. ഇതിന് കമൻറ്റ് വരാം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ, പക്ഷേ അഴുക്കൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ചെടിയൊക്കെ എടുത്ത് അവിടെ വെച്ചേ. ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് കാലിയായിട്ടിരിക്കും, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചേട്ടാ. അതെനിക്ക് 676 രൂപ എനിക്ക് അതിനായിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഈ പെണ്ണിങ്ങനെ വില പറയണമെന്നൊക്കെ ഓർക്കും. ആർക്കെങ്കിലും മേടിക്കാൻ അതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച്. ആ ഇതില്ലേ ഇൻഡോർ പോട്ട്, അത് ഞാൻ കൊടുകൂതിന് കാഞ്ഞുമുറ്റത്ത് എന്തോ 3 എണ്ണം 150 എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ചെടിച്ചട്ടിയുണ്ട്, അത് മേടിച്ചത്. അതിൻ്റെ ഉള്ളിൽ ആ പ്ലാന്റും പിന്നെ അപ്പുറത്തൊരു മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഞാൻ മറ്റേ പുകക്കണ സാധനമില്ലേ, എന്താ പറയുക, ബർണർ വുഡിൻ്റെ, അതവിടെ വെച്ച്. അത് ഞാൻ 153 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ. മറ്റേത് ഒരു ഗ്ലോബാണ്, ആ ഫിഷൊക്കെ ഇട്ട് വെക്കണ ഗ്ലോബ്. അതെൻ്റെ ആങ്ങളയുടെ വൈഫിന് കടയുണ്ട് കേട്ടോ, കാതിന് മുറ്റത്ത് തന്നെ. പോകേണ്ടവർക്കുണ്ടെങ്കിൽ പോയി മേടിക്കാം. ജെറിക്കവലയെന്ന് പറയും. സോറി കേട്ടോ, ജെറിക്കവലയല്ല, പുതിയ പഞ്ചായത്ത് ജംഗ്ഷനിൽ. ഇപ്പോൾ പഞ്ചായത്ത് അവിടെ നിന്ന് മാറ്റി. അവിടെ ആങ്ങളുടെ വൈഫിന് അക്വേറിയം പെറ്റ്സ്, എന്താ ഇൻസ്റ്റാ അക്വാ പെറ്റ്സ് എന്ന് അങ്ങനെ എന്തുകൊണ്ട് പേരിട്ട, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് മേടിച്ചാണേ. പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണ സ്റ്റാൻഡ് കൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ആ ഉപ്പും ഭരണിയില്ലേ അടുപ്പ് പൊട്ടിയത്, അതിൻ്റെ ഇടയിൽ ആ മഞ്ഞയും ഓറഞ്ചും ഒക്കെ ഫ്ലവർ വെച്ച്. പിന്നെ ഈ എന്താ ഇത് ഈ റെഡ് റോസ്, ആ ഫ്ലവർ പോട്ട് എനിക്ക് എന്താ പഴയത് കടയിൽ സ്ക്രാപ്പൊക്കെ എടുക്കണം, പഴയ സാധനങ്ങളൊക്കെ കൊടുക്കണം. ആ കടയിൽ ഇങ്ങനെ കിടക്കണത് പൊട്ടിയതായിരുന്നു. അടിഭാഗം ഹോളില്ല, ഹോളായിട്ട് അടിയിലൊന്നുമില്ലാണ്ട് എം ടി ആയിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 30 രൂപയ്ക്ക് എനിക്ക് തന്നാണേ. അത് ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റേതായ രീതിയിൽ പെയിൻ്റ് അടിച്ചത് അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഇവിടെ സ്റ്റൗവിൻ്റെ അടുത്ത് ഈ റാക്കിരിക്കുന്നുണ്ട്. ഈ റാക്കിരിക്കണതിൻ്റെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ഇത് വന്നിട്ടില്ല, വാൾപേപ്പർ ഒട്ടിച്ചേക്കണത് അവിടെ ഇല്ല, അത്രയും ഭാഗത്തിട്ടാ സ്റ്റൗവിൻ്റെ അടിയിലും ഇല്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം. ക്ലോക്ക് അവിടെ വെച്ച് പിന്നെ 2 ഫോട്ടോ ജനലിൽ നേരത്തെ കൊതുക് നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതവിടെ വെച്ച്. ഇൻഡക്ഷൻ കുക്കർ ഇവിടെ വെച്ച് മേശപ്പുറത്ത് മറ്റേ മിക്സി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണും വരെ വണക്കം. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കളയുടെ വ്യൂ. സ്റ്റൂള് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇടയ്ക്ക് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടിട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജ് ഞാൻ റെഡിയാക്കും.